ബയോകെമിസ്ട്രി മെറ്റാബോളിസത്തിലെ യൂണിറ്റ് 4 ബാക്കിയുള്ള ഭാഗങ്ങളാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് CK-MB കുറിച്ചിട്ടാണ്. അതിൻ്റെ പ്രിൻസിപ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. മെഷർമെൻറ്റ് ഓഫ് CK ആക്ടിവിറ്റി ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ ആൻറ്റിബോഡി ടു CK-M മോണോമർ. ദിസ് ആൻറ്റിബോഡി കംപ്ലീറ്റ്ലി ഇൻഹിബിറ്റ്സ് the activity of CK-MM and half of the activity of CK-MB while not affecting the B subunit activity of CK-MB and CK-BB. അതായത് CK-MM എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു, നമ്മുടെ സ്കെലിറ്റൽ മസിൽസിലേക്ക് ഉള്ള കാര്യത്തിനെയാണ് നമ്മൾ CK-MM എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റിബോഡീസ് പ്രസൻ്റ് ആണെങ്കിൽ ഈ ആൻറ്റിബോഡീസ് കംപ്ലീറ്റ്ലി എന്തിനെ ഇൻഹിബിറ്റ് ചെയ്യും? നമ്മുടെ CK-MMൻ്റെ ആക്ടിവിറ്റീനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. പക്ഷേ CK-MBയിലാണെങ്കിലും, അതായത് ബി ചേർന്നിട്ടുള്ള CK-BBയിലാണെങ്കിലും എന്താണ്, ഹാഫ് ഓഫ് ദ ആക്ടിവിറ്റി ഓഫ് CK-MB, അതായത് ഈ ആൻറ്റിബോഡീസ് പകുതിയെ CK-MBനെ ആണെങ്കിലും CK-BBനെ ആണെങ്കിലും ബാധിക്കുള്ളൂ. CK-BB എന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ, CK-MB എന്ന് പറഞ്ഞാൽ കാർഡിയാക് ടിഷ്യൂസിൽ. മെത്തേഡ് പറയുന്നത് ഇൻക്രീസിങ് കൈനറ്റിക് UV മെത്തേഡ്, ബയോളജിക്കൽ റെഫറൻസ് റേഞ്ച് 0.25 ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ലിറ്റർ. സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CK-MB നമുക്ക് ഓൺലി പ്രസൻ്റ് ആവുന്നത് കാർഡിയാക് ടിഷ്യൂസിലാണ്. സോ സ്പെസിഫിക് ഫോർ ഡയഗ്നോസിസ് ഓഫ് കാർഡിയാക് ഡിസീസ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാർഡിയാക് ഡിസീസിനെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് LDH എന്ന് പറഞ്ഞാൽ ലാക്റ്റേറ്റ് ഡീഹൈഡ്രജനേസ് ആണ്. അതിൻ്റെ പ്രിൻസിപ്പിൾ തന്നിരിക്കുന്നത് ലാക്റ്റേറ്റ് ഡീഹൈഡ്രജനേസ് കാറ്റലൈസസ് ദ കൺവേർഷൻ ഓഫ് പൈറുവേറ്റ് ടു ലാക്റ്റേറ്റ്. ഈ ലാക്റ്റേറ്റ് ഡീഹൈഡ്രജനേസ് കാറ്റലൈസ് ചെയ്യപ്പെട്ട് എന്തിനെ കൺവേർഷൻ ചെയ്യുന്നു? പൈറുവേറ്റിനെ ലാക്റ്റേറ്റ് ആക്കി മാറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു എന്താ പറയുക റിയാക്ഷൻ നമുക്ക് നോക്കാം. ലാക്റ്റേറ്റ് പ്ലസ് NAD പ്ലസ് എന്തിൻ്റെ പ്രവർത്തനമാണ്? ഏത് എൻസൈമാണ് പ്രവർത്തിക്കുന്നത്? ലാക്റ്റേറ്റ് ഡീഹൈഡ്രജനേസ് എന്ന് പറഞ്ഞ എൻസൈമും കൂടി പ്രവർത്തിച്ച് പ്രൊഡക്റ്റ് നമുക്ക് പൈറുവേറ്റ് പ്ലസ് NADH പ്ലസ് H+ ആണ് കിട്ടുന്നത്. റേറ്റ് ഓഫ് NADH പ്ലസ് ഫോർമേഷൻ ഈസ് മെഷേർഡ് ബൈ 340 നാനോമീറ്റർ ഫിൽറ്റർ. നമുക്കിവിടെ കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ നോക്കുക, NADH കിട്ടിയിട്ടുള്ളതിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് 340 നാനോമീറ്റർ ഫിൽറ്ററിൽ നമുക്ക് നോക്കാം. ഇത് നമുക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സിറം LDH ആക്ടിവിറ്റി, അതായത് ആ NADPH എത്രത്തോളം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നോക്കിക്കഴിഞ്ഞിട്ട് അതിന് നേരനുപാതത്തിലായിരിക്കും എന്നുണ്ടായിരിക്കുക നമുക്ക് LDHൻ്റെ ആക്ടിവിറ്റി ഉണ്ടായിരിക്കുക. ഇനി മെത്തേഡ് പറഞ്ഞിരിക്കുന്നത് IFCC മെത്തേഡ്, ലാക്റ്റേറ്റ് ടു പൈറുവേറ്റ് മെത്തേഡാണ്. ഇൻക്രീസിങ് കൈനറ്റിക് ബയോളജിക്കൽ റെഫറൻസ് റേഞ്ച് ഇതിൻ്റെ 70 to 250 ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ലിറ്റർ ആണ്. ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RBC, മലേറിയ, സിക്കിൾ സെൽ അനീമിയ, ഹീമോലൈറ്റിക് ഡിസോർഡർ, ലിവർ, വൈറൽ ഹെപ്പറ്റൈറ്റിസ്, ലിവർ മാലിഗ്നൻസി, ആൽക്കഹോൾ ലിവർ ഡിസീസ്, കാർഡിയാക് ടിഷ്യൂ, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, സ്കെലിറ്റൽ മസ്കുലർ ഡിസ്ട്രോഫി, ക്രഷ് ഇഞ്ചറി, ഇതൊക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് GOT ആണ്. AST എന്നാണ് നമുക്കതിനെ ചുരുക്കി പറയുന്നത്, ഇല്ലെങ്കിൽ മറ്റൊരു പേര് പറയുന്നത്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ L-aspartate പ്ലസ് ആൽഫ കീറ്റോഗ്ലൂട്ടാറേറ്റ് ആണ് GOT എന്ന് പറഞ്ഞ് നമ്മൾ ഷോർട്ടാക്കി കൊടുത്തിട്ടുള്ളത്. പ്ലസ് L-ഗ്ലൂട്ടാമേറ്റ്, ഓക്സാലോ അസറ്റേറ്റ് പ്ലസ് NADH പ്ലസ് H+, MADH മാലേറ്റ് പ്ലസ് NAD പ്ലസ്. ഇതിൽ നമുക്ക് NADH തൊട്ടിട്ട് NAD എന്ന് പറയുന്നത്, അതായത് നിക്കോട്ടിനമിക് അഡനിൻ ഡൈന്യൂക്ലിയോടൈഡ് ഹൈഡ്രജൻ, അതുപോലെ തന്നെ NAD, ഈ രണ്ട് പ്രൊഡക്റ്റും നമ്മൾ മെഷർ ചെയ്യും 340 നാനോമീറ്ററിൽ. എത്രത്തോളം അബ്സോർബൻസ് ഉണ്ടായി ഇല്ലെങ്കിൽ അതിൽ എത്രത്തോളം ഡിഫറൻസസ് ഉണ്ടെന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുന്നതാണ്. സാധാരണയായിട്ട് നമ്മൾ IFCC മെത്തേഡ് ആണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. വിത്തൗട്ട് പൈറിഡോക്സൽ 5-ഫോസ്ഫേറ്റ്, ഡിക്രീസ് UV കൈനറ്റിക്. ഇനി ബയോളജിക്കൽ റെഫറൻസ് റേഞ്ച് GOTയുടെ റെഫറൻസ് റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് 15 തൊട്ട് 45 ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ലിറ്റർ ആണ്. ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് സാധാരണയായിട്ട് എപ്പോഴൊക്കെ ഈ ഒരു AST കാണപ്പെടുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്യൂട്ട് ഹെപ്പാറ്റോസെല്ലുലാർ ഡാമേജസ്, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയേഴ്സ്,
ബൈലിയറി ട്രാക്ട് ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ വരുമ്പോൾ. പിന്നെ കോളിസിസ്റ്റൈറ്റിസ്, കാർഡിയാക് ട്രോപ്പോണിൻ 1 ആൻഡ് കാർഡിയാക് ട്രോപ്പോണിൻ I ആൻഡ് കാർഡിയാക് ട്രോപ്പോണിൻ T. ഇനി ട്രോപ്പോണിൻ കോംപ്ലക്സസ് കൺസിസ്റ്റ് ഓഫ് 3 കമ്പോണൻസ്. 3 കമ്പോണൻസ് കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ട്രോപ്പോണിൻ കോംപ്ലക്സിൽ. അപ്പോൾ ട്രോപ്പോണിൻ സിയിൽ കാൽസ്യം ബൈൻഡിങ് ആണ് സംഭവിക്കുന്നത്. ട്രോപ്പോണിൻ ഐയിൽ ആക്ടോമയോസിൻ ATP ACE ഇൻഹിബിറ്ററി എലമെൻറ്റ്. ട്രോപ്പോണിൻ T എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രോപ്പോമയോസിൻ ബൈൻഡിങ് എലമെൻ്റ് ആണ്. ഇനി നമുക്കിതിനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എലൈസ അല്ലെങ്കിൽ RIA ടെക്നിക്കുകൾ യൂസ് ചെയ്യാം. പിന്നെ ഇമ്മ്യൂണോ ടർബിഡോമെട്രിക്, ഇമ്മ്യൂണോ ഡിഫ്യൂഷൻ മെത്തേഡുകൾ. സെറം ലെവൽ ഓഫ് ട്രോപ്പോണിൻ T ഇൻക്രീസസ് വിത്തിൻ 6 hours ഓഫ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. നമുക്കിപ്പോൾ നമ്മുടെ ഹാർട്ടിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം അല്ലെങ്കിൽ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ അഥവാ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ട്രോപ്പോണിൻ T എന്ന് പറയുന്നത് ഒരു 6 hours നമ്മുടെ ബ്ലഡിൽ സിറത്തിൽ കൂടുതലായിരിക്കും. ട്രോപ്പോണിൻ I എന്ന് പറയുന്നത് ഒരു 4 hours ആഫ്റ്റർ ദ ഓൺസെറ്റ് ഓഫ് കാർഡിയാക് സിംറ്റംസ്. നമ്മുടെ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 4 hours തന്നെ ട്രോപ്പോണിൻ Iയുടെ സാന്നിധ്യം എന്തിൽ കാണപ്പെടും? നമ്മുടെ ബ്ലഡിൽ സിറത്തിൽ കാണപ്പെടുന്നതാണ്. ഇനി ബയോളജിക്കൽ റെഫറൻസ് റേഞ്ച് ട്രോപ്പോണിൻ I എന്ന് പറയുമ്പോൾ 0.04 to 40 നാനോഗ്രാം പെർ മില്ലിലിറ്റർ ആണ്. ട്രോപ്പോണിൻ T എന്ന് പറയുമ്പോൾ 0.01 to 25 നാനോഗ്രാം പെർ മില്ലിലിറ്റർ ആണ്. ഇനി ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴൊക്കെ ഇത് ചെക്ക് ചെയ്യാറുണ്ട്. സാധാരണയായിട്ട് ഡയഗ്നോസിസ് ഓഫ് മയോകാർഡിയൽ ഡാമേജസ് വരുമ്പോൾ മോസ്റ്റ് സെൻസിറ്റീവ് സ്പെസിഫിക് ടെസ്റ്റസ് ഏർലി ഡിറ്റക്റ്റബിൾ. ഇറ്റ് യൂസ്ഡ് മെയിൻലി ഇൻ ദ ഡയഗ്നോസിസ് ഓഫ് ചെസ്റ്റ് പെയിൻ പേഷ്യൻ്റ് വെൻ ECG ഈസ് നോർമൽ. അതായത് നമുക്ക് ECG നോർമൽ ആണെങ്കിലും നമ്മുടെ പേഷ്യൻറ്റിന് ചെസ്റ്റ് പെയിനൊക്കെ അനുഭവപ്പെടുകയാണ് എങ്കിൽ നമ്മൾ ഈ ഒരു ടെസ്റ്റൊക്കെ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് മയോഗ്ലോബിൻ ആണ്. മയോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ നമുക്കവിടെ ഓക്സിജൻ ബൈൻഡിങ് പ്രോട്ടീൻ ഇൻ സ്കെലിറ്റൽ ആൻഡ് കാർഡിയാക് മസിൽസ്. നമ്മുടെ ഓക്സിജൻ ബൈൻഡിങ് പ്രോട്ടീനുകൾ നമ്മുടെ സ്കെലിറ്റലിലാണെങ്കിലും അതുപോലെ തന്നെ കാർഡിയാക് മസിൽസിലാണെങ്കിലും ഉണ്ട്. ഇത് സാധാരണയായിട്ട് മയോഗ്ലോബിൻ സാധാരണയായിട്ട് റിലീസ് ചെയ്യുന്നത് മെയിൻലി ആയിട്ട് നമ്മുടെ സ്കെലിറ്റൽ മസിൽസിലെ ഡാമേജ്ഡ് ടിഷ്യൂസിൽ നിന്നാണ്. ഇറ്റ്സ് ലെവൽ റൈസ് മോർ റാപ്പിഡ്ലി ദെൻ ട്രോപ്പോണിൻ ആൻഡ് CKMB. അതായത് സാധാരണയായിട്ട് മയോഗ്ലോബിനൊക്കെ നമ്മുടെ മയോകാർഡിയൽ ബാൻഡിലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ മയോഗ്ലോബിനിലെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്കിത് RIA ടെസ്റ്റ് വഴി, റേഡിയോ ഇമ്മ്യൂണോ assay വഴിയും എലൈസ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻ assay വഴിയും കീമിലുമിൻസസ് വഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെക്ക് ചെയ്യാവുന്നതാണ്. റെഫറൻസ് റേഞ്ച് എന്ന് പറയുമ്പോൾ 25 to 72 നാനോഗ്രാം പെർ മില്ലിലിറ്റർ. സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് നമുക്ക് മേജറായിട്ടുള്ള സ്കെലിറ്റൽ മസിൽ ഇഞ്ചുറീസോ ക്രഷ് ഇഞ്ചുറീസോ ബേണിങ്സ് ഒക്കെ വരുമ്പോൾ മയോഗ്ലോബിലിൻ്റെ സാന്നിധ്യം കാണപ്പെടാം.